ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ. മീൻകറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ആർക്കും ഞാൻ പ്രത്യേകിച്ചൊരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് എൻ്റെ സ്റ്റൈലൊരു മീൻകറിയാണ്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ വറ്റയാണ്, കുഞ്ഞി വറ്റ. ഇത് ഞാൻ 60 രൂപയ്ക്ക് മേടിച്ച മീനാണ് കേട്ടോ. അപ്പോൾ വറ്റയ്ക്ക് റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു 1/2 കിലോയെ വാങ്ങിയുള്ളൂ. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഒരുപാട് മീൻ വാങ്ങിയാലും അതിവിടെ വേസ്റ്റ് ആവും. അപ്പോൾ 1/2 കിലോ വാങ്ങിയിട്ട് വന്ന് ഞാൻ വേഗം അത് വെട്ടി വൃത്തിയാക്കുകയാണ് കേട്ടോ. കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറി ഇവിടെ വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ വെക്കുന്നത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച മീൻകറിയാണ്. പക്ഷെ എൻ്റെ കെട്ടിയവനെ മീൻകറി ഇഷ്ടമല്ല. ആളുടെ നാട് കണ്ണൂരാണ്. അപ്പോൾ ആൾക്ക് കുടംപുളി ഇട്ട മീൻകറിയേ താല്പര്യമില്ല. പക്ഷെ ഞാൻ അങ്ങനെയേ മീൻകറി വെക്കുകയുള്ളൂ. അങ്ങനെ വെച്ചില്ല പിന്നെ എന്നാത്തിനാണ് മീൻകറി കൂട്ടുന്നത്. അപ്പം ഞാൻ മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളത് സെപ്പറേറ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വറക്കാനുള്ളത് ഒന്ന് വരവിട്ടെടുക്കും, അതേപോലെ കറി വയ്ക്കാനുള്ളത് ഒന്ന് മുറിച്ചും എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വറക്കാനുള്ളതിന് മസാലയൊക്കെ പുരട്ടി ഒരു കുറച്ച് സമയം, ഒരുപാട് നേരമൊന്നുമില്ല, നമുക്ക് വേഗം പണി തീർക്കട്ടെ. അപ്പോൾ ഒരു കുറച്ച് സമയം അതിനെ ഒന്ന് മസാല പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു കളറിന്. അപ്പോൾ അതിന് ചേർത്തിട്ടാണ് ഞാൻ വറക്കാനുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കറി വയ്ക്കാനുള്ളത് എല്ലാം സെറ്റ് ചെയ്തിരുന്നു. കറി വയ്ക്കാനായിട്ട് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവാളയാണ് എടുത്തത്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വറക്കാനുള്ളത് ആദ്യം അടുപ്പത്തേക്ക് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ തട്ടിക്കൂട്ടിലൊരു ക്യാബേജ് തോരനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ ക്യാബേജ് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. അതേപോലെ തന്നെ മീൻ കറിയും നമ്മുടെ മോര് കറിയും, പച്ചമോരാണെങ്കിൽ നമ്മൾ കാച്ചിയ മോര് കറിയാണെങ്കിലും എനിക്ക് ആ ഒരു കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും വെക്കാറ് നമ്മുടെ കേര, ചൂര അങ്ങനത്തെ പീസ് മീനുകളാണ് ഞാൻ കൂടുതൽ കറി വെക്കുക. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. മുള്ളുള്ള മീനിനെക്കാട്ടിലും എനിക്കിഷ്ടം അതാണ്. അപ്പം നമുക്കത് കിട്ടാനുണ്ടായില്ല. അപ്പോൾ ഞാൻ വറ്റ വാങ്ങി അത് നേരെ വറക്കാൻ വെച്ചു. പിന്നെ ഞാൻ കറിക്കുള്ളത് വേഗം സെറ്റ് ചെയ്തു. ചട്ടി അടുപ്പത്ത് വെച്ച് അത് എന്ത് പറഞ്ഞാലും മീൻകറി മൺചട്ടിയിൽ വെച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. എന്നിട്ട് എണ്ണ ഒഴിച്ചു, കടുവും ഉലുവയും പൊട്ടിച്ച് അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ചേർത്ത് ഈ എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. ഞാൻ എപ്പോൾ വെച്ചാലും കരിഞ്ഞു പോകും. അതിനെൻ്റെ കെട്ടിയവൻ്റെ വയറിന് ചീത്ത ഡെയിലി കേൾക്കാറുണ്ട്. കാരണം നീ മീൻ കറി വെക്കുമ്പോൾ മാത്രം എന്താടി ഈ ഉള്ളിയെല്ലാം കരിഞ്ഞു പോകുന്നു എന്നോട് ഡെയിലി ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അബദ്ധം ആർക്കെങ്കിലും പറ്റുകയാണോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ എൻ്റെ കിട്ടിയവന് ഓവർ എരിവ് ഇഷ്ടമല്ല. അപ്പം ഞാനാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് സാധാ ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒരു കളറിന് അത് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ തന്നെ കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയ ഒരു കുടംപുളിയായിരുന്നു. അത് മുറിച്ചിട്ടാലേ പുളി വേഗം മീൻ കറിയിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ മുറിച്ച് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ചു. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്ത് ഈ ടൈമിൽ ഞാൻ ക്യാബേജ് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ തോരൻ വെക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തോരനും കൂടി ഉണ്ടെങ്കിലല്ലേ ചോറ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഞാൻ ക്യാബേജ് ആ സമയം കൊണ്ട് വേഗം റെഡിയാക്കി മീൻകറി വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻകറിയുടെ കഷ്ണങ്ങൾ അതിലേക്ക് വാരിയിട്ടു. കൈ കൊള്ളാതെ നോക്കണം കേട്ടോ, വാരിയിടുമ്പോൾ വെള്ളം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ മീൻകറിയൊക്കെ അടച്ചു വെച്ച് ഇനി അത് അവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. അത് വെള്ളം നല്ലോണം വറ്റണം. ഇത് നാളെ രാവിലെ ഒന്നും കൂടെ തിളപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറ്റിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മീൻകറി, മീൻ വറുത്തത്, ക്യാബേജ് തോരനും ഒക്കെ റെഡിയായി. ഞങ്ങൾ ചോറിനിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.